അങ്ങനെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ആരാധകരുടെ എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷക്കൊത്ത പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലെ പ്ലേയേഴ്സും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയും ആരാധകർക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതായാലും എനിവേ വെൽ പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാ കളിക്കാരുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. ഏതായാലും മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്ലേയേഴ്സും ഒന്നിനൊന്ന് മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന് തൊട്ട് മുമ്പ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് അവൈലബിൾ ആയിരിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഏതായാലും സച്ചിൻ സുരേഷ് നമ്മളെ കാക്കാൻ ഈ ഒരു മത്സരത്തിലും ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു താരം എന്നുള്ളത് നോഹ സദോയ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എല്ലാ വീഡിയോയിലും ഒരുപോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തതെന്ന് പുകഴ്ത്തി പറഞ്ഞൊരു താരമാണ് നോഹ സദോയ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇനി കൂടുതൽ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല എങ്കിൽ കൂടി നോഹ സദോയ് എന്നുള്ള ആ ഒരു മൊറോക്കൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കുമെന്നുള്ളത് നമുക്ക് ഇതോടുകൂടി ഉറപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ആ ഒരു താരത്തിന്റെ പെർഫോമൻസ് എത്ര നമ്മൾ വർണ്ണിച്ചാലും തീരുകയില്ല. കാരണം അത്ര നല്ല രീതിയിൽ ആ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഗോൾ തന്നെയായിരുന്നു നമുക്ക് ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വെടിയുണ്ട പോലുള്ള ഒരു ഷോട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു വല തുളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നോഹ സദോയും അതോടൊപ്പം തന്നെ പെനാൽറ്റിയിലൂടെ ജീസസ് ജിമിസുമായിരുന്നു. ഏതായാലും സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ വിജയിച്ച് മുന്നോട്ട് പോകുന്നതോടുകൂടി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഈ ഒരു സൂപ്പർ കപ്പ് എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കണം എന്ന തരത്തിലുള്ള ഒരു മനോഭാവവും ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോയ് ഈ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് കടക്കാം. ഏതായാലും നോഹ സദോയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇന്ന് ഞങ്ങളുടെ ടീം നല്ല രീതിയിൽ തന്നെ പിച്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മികച്ച മാനസികാവസ്ഥയായിരുന്നു ഞങ്ങൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ ഞങ്ങൾക്കൊരു വമ്പൻ വിജയം സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇനി ഏതായാലും ഞങ്ങൾക്ക് മുന്നിലുള്ളത് അടുത്ത മത്സരമാണ്. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരം. അതിനാൽ ഞങ്ങളെല്ലാം ഈ അടുത്ത മത്സരത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാമാണ് മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പൊന്നോമനായിട്ടുള്ള നോഹ സദോയ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നോഹയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും മറ്റൊരു സങ്കട വാർത്ത കൂടിയുണ്ട്. അതെ, ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഥവാ മജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റുകയും അതിനെ തുടർന്ന് കൊണ്ട് താരം പുറത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ലൂണ എന്നുള്ള ഒരു മജീഷ്യനെ കുറിച്ച് തന്നെയാണ്. അഡ്രിയാൻ ലൂണ എന്നുള്ള ആ ഒരു മജീഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു സീസണിനേക്കാൾ ഈ ഒരു സീസൺ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സീസണാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് എനിക്ക് ഇത് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു സീസൺ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു പ്രകടനം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂണക്ക് പരിക്ക് പറ്റുമ്പോൾ അഥവാ ലൂണ പരിക്ക് പറ്റി പുറത്തേക്ക് പോയാലും ഇപ്പോൾ ആരാധകർക്ക് പ്രശ്നമില്ല എന്ന രീതിയിലായിട്ടുണ്ട് എന്നർത്ഥം. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അഡ്രിയാൻ ലൂണയുടെ പരിക്കിനെ തുടർന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതെ, ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള മത്സരത്തിൽ അഡ്രിയാൻ ലൂണയുടെ ലഭ്യത നിലവിൽ സംശയകരമാണെന്നും ലൂണയുടെ പരിക്ക് ഗുരുതരമല്ല എങ്കിൽ കൂടി ഇന്നത്തെ പരിശീലനത്തിന് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. അഥവാ ഇന്നത്തെ പരിശീലന സെക്ഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നുമാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം റിക്കവറായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്തതായി ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയെ തന്നെയാണ്. പുതിയൊരു പരിശീലകൻ വരുന്നു. വെറും ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ പഠിക്കുന്നു, അവരെ കൊണ്ട് നല്ല രീതിയിൽ കളിപ്പിക്കുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോളുകൾക്ക് വിജയിക്കുന്നു. നല്ലൊരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഡേവിഡ് കാറ്റാലയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അത്രയും പ്ലേയേഴ്സിനെ എത്ര പെട്ടെന്ന് പഠിച്ചു, അതിനുശേഷം എല്ലാ പ്ലേയേഴ്സിനെയും നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ടിൽ അഥവാ പിച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇനി നമ്മൾ അടുത്തതായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ള വലിയൊരു ക്ലബിനെതിരെയാണ് അടുത്തൊരു മത്സരം നമുക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചിന്തകളും ഞങ്ങൾ ആ ഒരു ക്ലബിനേക്കാണ് നയിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം എങ്ങനെയൊക്കെ വിജയിക്കാം എന്നുള്ള തന്ത്രം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ആ ഒരു മത്സരത്തിന് ശേഷം പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ എല്ലാ കളിക്കാരും നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ള ISL കിരീട ജേതാക്കൾക്കെതിരെയായിക്കൊണ്ടാണ്. ഏതായാലും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഏപ്രിൽ 26-ാം തീയതി വൈകുന്നേരം 4:30 ഏതായാലും ആ ഒരു ശനിയാഴ്ചത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ
ആരാധകരെല്ലാവരും. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത് ഈസ്റ്റ് ബംഗാൾ FC എന്നുള്ള ഒരു ക്ലബിനെ പോലെ ഒന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ക്രൂഷ്യൽ ആയതും കൂടാതെ തന്നെ വളരെയധികം ടഫ് ആയിട്ടുള്ളൊരു മത്സരവുമായിരിക്കും, നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സുമായിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും. ഏതായാലും ISL കിരീടം നേടി, ഷീൽഡ് നേടി, അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പ് നേടുകയാണെങ്കിൽ ഈ ഒരു സീസൺ മൊത്തമായിട്ടും ഈ ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ള ഒരു ക്ലബ്ബ് തൂക്കിയതായി തന്നെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബിനെ എങ്ങനെയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ആദ്യത്തെ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾക്കും അനാലിസിസ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റും അനാലിസിസുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.